അങ്ങനെ ഞങ്ങൾ മസ്ജിദ് ഖുബായിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ സന്ദർശനം. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു സ്ഥലമാണ് മസ്ജിദ് ഖുബ എന്ന് എല്ലാവർക്കും അറിയാം. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് നടത്തിയ ഐതിഹാസികമായ ഹിജ്റ യാത്രയുടെ അവസാനം കുറിച്ചത് ഈ ഖുബ പരിസരത്ത്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഒപ്പം വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും നേരത്തെ ഇവിടെ എത്തിയ മുഹാജിറുകളായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ, ആ മുഹാജിറുകളും ഒപ്പം മദീനയിൽ നിന്നുള്ള അൻസാറുകളും അവർ ചേർന്ന് ത്വലഅൽ ബദ്റു അലൈന എന്ന മനോഹരമായ കാവ്യം ആലപിച്ചുകൊണ്ടും ദഫ് മുട്ടിക്കൊണ്ട് ഇരുവരെയും സ്വീകരിച്ച സ്ഥലമാണ്. ഖുബായിലേക്ക് അവിടുന്ന് കടന്നു വന്ന നിമിഷം ത്വലഅൽ ബദ്റു അലൈന എന്ന മനോഹരമായ വരികളോ പരിശുദ്ധ അൻസാറുകൾ ഹൃദയം തുറന്ന് സ്വീകരിച്ച മനോഹര നിമിഷത്തിൻ്റെ അലയൊലികൾ ഇന്നും ഈ കാറ്റിലുണ്ട്. വംശീയതയുടെയും ഗോത്രവൈരത്തിൻ്റെയും മതിലുകൾ തകർത്ത് സ്നേഹത്തിൻ്റെ പുതിയൊരു ചരിത്രം ഖുബായുടെ മണ്ണിൽ നിന്ന് പടർന്നു പന്തലിച്ചു. ഓരോ ശനിയാഴ്ചകളിലും പ്രവാചകൻ നടന്നും വാഹനപ്പുറത്തും ഇവിടേക്ക് എത്തിച്ചേരുമായിരുന്നു. ആ തിരുസുന്നത്തിൻ്റെ വഴിയെ ഒഴുകിയെത്തുന്ന വിശ്വാസികളുടെ പ്രവാഹം ഇന്നും ഈ മണ്ണിലെ അടങ്ങാത്ത ആത്മീയതയുടെ തെളിവാണ്. കാലങ്ങൾ മായും, തലമുറകൾ കടന്നുപോകും, എന്നാൽ ഖുബ മസ്ജിദ് ഉയർത്തിപ്പിടിച്ച ആ പ്രകാശം മങ്ങാതെ നിലനിൽക്കും. ഇസ്ലാമിൻ്റെ ആദ്യത്തെ മിടിപ്പായി, ഈമാനിൻ്റെ നിത്യസ്മാരകമായി മദീനയുടെ മണ്ണിൽ ഖുബ മസ്ജിദ് എന്നും പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. പ്രവാചകൻ മദീനയിലെത്തി ആദ്യം നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ഖുബ. പരിശുദ്ധ ഖുർആനിൽ തഖ്വയിൽ തീർത്ത മസ്ജിദ് എന്ന് വിശേഷണം നൽകിയ മസ്ജിദാണ്. പ്രവാചക തിരുമേനി ആദ്യം നിർമ്മിച്ച ഈ പള്ളിയുടെ പരിസരത്ത് തന്നെയായിരുന്നു കുറച്ചു കാലം താമസിച്ചത്. പിന്നീട് ഇവിടുന്ന് മസ്ജിദ് നബവിയിലേക്ക് പോയി അവിടെയാണ് പ്രവാചക തിരുമേനിയുടെ പേരിൽ ലോകത്ത് നിലകൊള്ളുന്ന ഒരേ ഒരു മസ്ജിദായ മസ്ജിദുൻ നബവിക്ക് തുടക്കം കുറിച്ചത്. ആ പോകുന്ന വഴിക്ക് മസ്ജിദ് ജുമാ നമസ്കാരം തുടങ്ങിയൊരു മസ്ജിദ് കൂടിയുള്ളൂ. ഏതായാലും ഈ ഖുബ മസ്ജിദ് ഏകദേശം 5000-ന് മുകളിൽ ആൾക്കാർക്ക് നമസ്കരിക്കാൻ പാകത്തിൽ വളരെ വിശാലമായ ഒരു മസ്ജിദാണിപ്പോൾ. റമളാനിൽ വളരെ വിശാലമായ ഇഫ്താർ സംഗമവും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. വീട്ടിൽ നിന്ന് വുളു നിർവഹിച്ച് ഈ മസ്ജിദിൽ വന്ന് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന പ്രവാചക വചനവും ഇവിടെ ശ്രദ്ധേയമാണ്. മക്കയിലും മദീനയിലും എത്തുന്ന തീർത്ഥാടകർ തീർച്ചയായും സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മസ്ജിദ് ഖുബ. തീർത്ഥാടകർക്ക് ചൂടേൽക്കാതിരിക്കാൻ മികച്ച സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്. മസ്ജിദുൻ നബവി പോലെ തന്നെ തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുന്ന ധാരാളം ഹ്യൂമിഡിഫയറുകൾ ഇവിടെയും സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം മസ്ജിദിന് പുറത്ത് തീർത്ഥാടകർക്ക് നമസ്കരിക്കാൻ പാകത്തിൽ ചൂടേൽക്കാതിരിക്കാനുള്ള കുടകളും സംവിധാനിച്ചിട്ടുണ്ട്. فضل الصلاة بمسجد قباء. قال رسول الله صلى الله عليه وسلم: من تطهر في بيته ثم أتى مسجد قباء فصلى فيه صلاة كان له كأجر أمره. رواه ابن ماجه في سنن صحيح. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ പറഞ്ഞ കാര്യം, ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് ഈ മസ്ജിദിൽ വന്ന് നമസ്കരിച്ചാൽ അവർക്കൊരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന ഹദീസാണ് അവിടെ ആ ശിലാഫലകത്തിൽ കൊത്തിവച്ചിരിക്കുന്നത്. ഖുബായുടെ അകത്തളത്തിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിനെ ആവരണം ചെയ്യുന്നത് വിസ്മയിപ്പിക്കുന്ന ഒരു കുളിർമയാണ്. വെറുമൊരു കെട്ടിടത്തിനുള്ളിലേക്കല്ല, മറിച്ച് നൂറ്റാണ്ടുകളുടെ ആത്മീയ തണലിലേക്കാണ് നാം നടന്നു കയറുന്നത്. കൂറ്റൻ വെളുത്ത തൂണുകൾ, ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ മേൽക്കൂരകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊത്തിവെച്ച ചുവരുകളിൽ വെളിച്ചത്തിൻ്റെ ദിവ്യരശ്മികൾ. ഈ അകത്തളം വിശ്വാസിയുടെ മനസ്സിന് പകരുന്നത് അപാരമായ ശാന്തതയാണ്. ശാന്തമായിരുന്ന് വിശുദ്ധ ഖുർആൻ വചനങ്ങൾ പാരായണം ചെയ്യുന്ന വിശ്വാസികൾ, വരിവരിയായി നിന്ന് പ്രാർത്ഥനയിൽ അലിഞ്ഞു ചേരുന്ന ജനകോടികൾ, വംശവും ഭാഷയും നിറവും മറന്ന് എല്ലാവരും ഒന്നാകുന്ന സ്നേഹത്തിൻ്റെ വിശുദ്ധ മന്ദിരം. വാസ്തുവിദ്യയുടെ ആധുനിക സൗന്ദര്യവും പുരാതനമായ ആത്മീയ വിശുദ്ധിയും സമ്മേളിച്ച മനോഹരമായ ഇടം. അകത്തളത്തിലെ മിനാരങ്ങൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന ശുദ്ധവായുവും പ്രകാശത്തിൻ്റെ അലകളും ഏതൊരു അസ്വസ്ഥമായ മനസ്സിനും ആശ്വാസത്തിൻ്റെ കുളിർമഴയാകുന്നു. അതെ, ഖുബായുടെ ഈ അകത്തളം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന
ഹൃദയങ്ങൾ തമ്മിൽ പുണരുന്ന റബ്ബിൻ്റെ റഹ്മത്ത് ചൊരിയുന്ന പുണ്യത്തിൻ്റെ അക്ഷയ ഖനിയാണ്. പിന്നിൽ കാണുന്നത് കുടിവെള്ളത്തിനുള്ള സ്ഥലമാണ്. ഒരു തിങ്കളാഴ്ചയാണ് ഞങ്ങൾ മസ്ജിദ് ഖുബായിലെത്തിയത്. വൈകുന്നേരം ഇഫ്താറിനുള്ള ഒരുക്കങ്ങൾ ഒരു വശത്ത് ആരംഭിച്ചിരിക്കുന്നു. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മസ്ജിദ് നബവിയിലും ഒപ്പം ഈ മസ്ജിദ് ഖുബായിലും സുന്നത്ത് നോമ്പുള്ളവർക്കുള്ള ഇഫ്താർ സൗകര്യം ഒരുക്കാറുണ്ട്. തുടർന്ന് ഞങ്ങൾ നീങ്ങിയത് മസ്ജിദ് ഖുബായോട് തൊട്ടുരുമ്മി നിൽക്കുന്ന വേറെയും കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അത് കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് നീങ്ങി. അങ്ങകലെ ആ കാണുന്നത് സൗദി അറേബ്യയുടെയും അതോടൊപ്പം മറ്റ് GCC രാഷ്ട്രങ്ങളിൽ നിന്നുമൊക്കെ തീർത്ഥാടകരെയും വഹിച്ചുകൊണ്ടെത്തുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. അതിമഹത്തായ ഹിജറ യാത്രയുടെ പര്യവസാനം കുറിച്ച ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ മസ്ജിദ് ഖുബായുടെ തൊട്ടടുത്ത് തന്നെ വേറെയും ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അതിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ സ്ഥലത്തായിരുന്നു 1400 വർഷങ്ങൾക്ക് മുൻപ് മഹാനായ സ്വഹാബി കുൽത്തൂം ബിൻ അൽ ഹിദും റളിയല്ലാഹു അൻഹുവിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലം. ഔസ് ഗോത്രത്തിലെ പ്രമുഖനായൊരു സ്വഹാബിയായിരുന്നു കുൽത്തൂം ബിൻ അൽ ഹിദും റളിയല്ലാഹു അൻഹു. പ്രവാചകൻ്റെ ഹിജറയ്ക്ക് തൊട്ടു പിന്നാലെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ ഖുബായിൽ തങ്ങിയ ദിവസങ്ങളിൽ അത്രയും താമസിച്ചിരുന്നത് ഈ വീട്ടിലായിരുന്നു. മദീനയിലേക്ക് ഹിജറ വന്ന പ്രമുഖരായ പല സ്വഹാബികളും ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അബൂബക്കർ അൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അൽ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ബിൻ അൽ അറത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഖൗല റളിയല്ലാഹു അൻഹു തുടങ്ങിയ മറ്റ് പ്രമുഖ സഹാബികളും ഇതിൽ ഉൾപ്പെടുന്നു. തുടർന്ന് ഞങ്ങൾ പോയത് മോതിരക്കിണർ കാണാനാണ്. ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കിണർ, ആ കിണറിലേക്ക് പ്രവാചക തിരുമേനിയുടെ മോതിരം വീണുപോയതുകൊണ്ടാണ് ഈ കിണറിന് മോതിരക്കിണർ എന്ന പേര് വന്നത്. ഈ കിണർ മഹത്തായ പ്രവാചക ചരിത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കിണറിൻ്റെ ഒരു ഭാഗത്തിരിക്കുമായിരുന്നു. അവരോടൊപ്പം 3 ഖലീഫമാരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും, ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഒരിക്കലിരുന്നു. ആ അവസരത്തിൽ പ്രവാചകൻ അവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. പ്രവാചകൻ്റെ മോതിരം പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അബദ്ധത്തിൽ ഈ കിണറ്റിൽ വീണുപോയി. 3 ദിവസത്തോളം തിരച്ചിൽ നടത്തിയെങ്കിലും അത് കണ്ടെത്താൻ സാധിച്ചില്ല. ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് മഹാനായ പ്രവാചക തിരുമേനിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് നടത്തിയ ഐതിഹാസികമായ ഹിജറ യാത്രയുടെ പര്യവസാനം കുറിച്ചത് ഈ മുസ്തദിൽ തോട്ടത്തിനകത്ത് വെച്ചാണ്. ഇവിടെയാണ് അവർ എത്തിച്ചേർന്നത്. ഈ തോട്ടത്തിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ ഒരു പുതിയ യുഗം പിറവിയെടുത്തതും മഹത്തായ ഹിജറ കലണ്ടറിൻ്റെ ആരംഭം കുറിച്ചതും. ഇന്ന് ഈ സ്ഥലം അതിൻ്റെ ചരിത്രപരവും വിദ്യാഭ്യാസപരവുമായ അടയാളങ്ങൾ സംരക്ഷിച്ചു പോരുന്നു. പ്രവാചക സന്ദേശത്തിൻ്റെ ഒരു ജീവനുള്ള സാക്ഷ്യമായി ഇന്നും ഈ മുസ്തദൽ തോട്ടം ഖുബാ മസ്ജിദിൻ്റെ പരിസരത്ത് നിലകൊള്ളുന്നു. ഇന്ന് മദീനയിലെത്തുന്ന ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ഒരു പ്രധാനപ്പെട്ട സന്ദർശന കേന്ദ്രമാണ് ഖുബാ മസ്ജിദും ഈ പരിസര പ്രദേശങ്ങളിലുള്ള ചരിത്ര പ്രധാന സ്ഥലങ്ങളും. അങ്ങകലെ കാണുന്നത് മസ്ജിദ് ജുമാഅയുടെ മിനാരമാണ്. ആദ്യമായി ജുമാഅ നമസ്കാരം ആരംഭിച്ച സ്ഥലം. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം. ഏതായാലും ഞങ്ങളുടെ ഇന്നത്തെ ഖുബാ സന്ദർശനത്തിന് വിരാമം കുറിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. തുടർന്ന് മറ്റു വീഡിയോകളിൽ ഇൻഷാ അല്ലാഹ് കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.